ഗായ്സ്, ഇത് വന്നിട്ട് കുറേ അധികം വർഷങ്ങളോളം വന്നിട്ട് ഈ ഒരു വീട് വന്നിട്ട് അബൻഡറായിട്ടിരിക്കുകയാണ്. സോ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന രണ്ട് വൃദ്ധരായിട്ടുള്ള ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും അവർ വന്നിട്ട് ഈ വീട്ടിൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. സോ ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അവർ വന്നിട്ട് മരിച്ചിട്ട് ഡെഡ് ബോഡി അഴുകിയ സിറ്റുവേഷനിലാണ് പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞത്. അതും ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ നിങ്ങൾ ഡെഡ് ബോഡി അഴുകിയ സ്ഥിതിയിൽ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു 2 ഡെഡ് ബോഡി എടുത്തിട്ടുള്ള അഴുകിയ സ്റ്റേജിൽ നിന്നും 2 ഡെഡ് ബോഡി എടുത്തിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ. സോ ആക്ച്വലി ഇതിനകത്തോട്ട് കുറേ അധികം റൂമുകളുണ്ട്. ഞാൻ ഔട്ട് സൈഡ് കൂടെ കാണിക്കാം. ഫസ്റ്റ് ഇവിടെ ഫുള്ള് ചാമ്പയ്ക്കാണ്. താഴോട്ട് മൊത്തം ഹെവി കാടാണ് താഴോട്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു കെട്ടിടം വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. താഴെ ഫുള്ള് വലിയ താഴ്ചയാണ് താഴോട്ട് ഇറങ്ങി പോകുന്നത്. സോ എൻ്റെ കൂടെ വന്നിട്ടുള്ളവർ പുറത്ത് നിൽക്കുവാണ്. ഞാൻ പെട്ടെന്നൊന്നും ഒരു ഗ്ലാൻസ് പോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു കൊടും കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീട് കിടക്കുന്നത് തന്നെ. സോ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ച കിച്ചണാണിത്. ഉപയോഗിച്ച് ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു സ്റ്റേജിലാണിപ്പം ഇതിൻ്റെ അവസ്ഥ. ഭയങ്കര വലിയൊരു കാടിൻ്റെ ഉള്ളിലായിരുന്നു ഈ വീട് കിടക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊക്കെ മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അവർ മരിച്ചതിന് ശേഷവും പുറത്തുള്ളവർ അറിയാൻ വേണ്ടിയിട്ട് കുറേ അധികം ദിവസങ്ങളെടുത്ത്. സംഭവം തേങ്ങയുടെ പടുതിയുണ്ട്. ഇവിടെ എന്താ മൊത്തം കത്തി കരിഞ്ഞിരിക്കുന്നു ഈ റൂം ഫുള്ള്. എന്താ സംഭവം എനിക്കറിയില്ല. കുറേയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു അബൻഡറായിട്ടുള്ളൊരു വീടാണിത്. ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണിത്. അവരുപയോഗിച്ച ആ കട്ടിലും തിങ്സൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ അവരുപയോഗിച്ചൊരു ഒരു പാത്രമാണിത്. എൻ്റെ പൊന്നോ, ഇതുണ്ടോ? എൻ്റെ ദൈവമേ, ഇത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ബോഡിയിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ പോലെ. എന്തോ ഇത്? ഈ വീട് വർക്കിംഗ് ആയിട്ടുള്ള സമയത്ത് അവരുപയോഗിച്ച വാഷ് ബേസാണിത്. കയറാൻ പറ്റും നോക്കട്ടെ. പാമ്പൊന്നും കാണാതിരുന്നാൽ മതി.
എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇരിക്കുന്ന പൊസിഷൻ കണ്ടോ? ഒരു കല്ല് ഇളകി കഴിഞ്ഞാൽ, ഒരേ ഒരു കല്ല് മാത്രം ജസ്റ്റ് ഒന്ന് ഇളകി കഴിഞ്ഞാൽ ഇത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴും. താഴെ മീൻ തലമണ്ടയ്ക്ക് തന്നെ വീഴും. അവിടെ മൊത്തം കാടാണ്, ഹെവി. ഇതുകൊണ്ടോ ഒരു കുന്ന് പൊത്താനുണ്ട് ഇവിടെ. പൊത്താൻ മീൻ വിറകുണ്ട് ഇവിടെ. നല്ല ഉണങ്ങി കൊട്ട പിടിച്ച് കിടക്കുന്നു ഇവിടെ ഫുള്ള്. അമ്പ്. സോ ഇവിടെ തൊടാതെ തന്നെ സേഫായിട്ട് ഇത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതൊക്കെ ഇത് മൊത്തം കണ്ടോ, ഇടിഞ്ഞ് പൊളിഞ്ഞ് മൊത്തത്തിൽ വീണൊക്കെ ഇവിടെ ഫുള്ള്. സോ സേഫായിട്ട് ഇതിലൊന്നും ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പുറത്ത് പോകണം. ഇതാണ് അവരുപയോഗിച്ച കട്ടിൽ. സോ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ച കട്ടിലാണ്. എനിക്ക് തോന്നുന്നത് ഈ കട്ടിൽ തന്നെ ആയിരിക്കും അവർ കിടന്ന് മരിച്ചത് തന്നെ. ആ അഴുകിയ സ്റ്റേജിൽ ആ ഡെഡ് ബോഡി കിട്ടിയില്ലായിരുന്നോ? സോ ഇവിടെ തന്നെ കിടന്നായിരിക്കും ആ ഡെഡ് ബോഡി കിട്ടിയത് തന്നെ. ആ അഴുകിയ ആ നിലയിൽ ഈ കട്ടിലായിരിക്കും അവർ ഉപയോഗിച്ചത്. തലയാണ ഉൾപ്പെടെ ഉണ്ട്. ഇത് അവരുപയോഗിച്ച തലയാണ, പായ്. ഇതവരുപയോഗിച്ച കട്ടിലാണ്. ഈ കട്ടിലായിരിക്കണം അവർ വന്നിട്ട് മരിച്ചത്. എന്നിട്ട് അഴുകിയ നിലയിൽ ഡെഡ് ബോഡി കണ്ടെത്തിയതും ഈ കട്ടിലിൻ്റെ മുകളിൽ നിന്നായിരിക്കണം. കുറേ തിങ്സ് ഉണ്ട്. ഇതൊക്കെ അവരുടെ ആൽബമാണ്. അവരുടെ അവരുപയോഗിച്ച ഫാന് എല്ലാം അതേപോലെ ഇവിടെ ഉണ്ട്. അതാണ് എത്ര വർഷം പഴക്കമായ ഒരു കെട്ടിടമെന്നറിയുന്നത്. അതും ഒരു കൊടൂര കാടിൻ്റെ ഉള്ളിൽ കിടക്കുമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവരന്ന് ഉപയോഗിച്ച അത് സെയിം ട്യൂബ് ലൈറ്റ് ഇപ്പോഴും കരി പിടിച്ച് കിടക്കുകയാണ്. കണ്ടോ? അന്നത്തെ കാലത്തെ സ്വിച്ച് ഇതൊക്കെ ഇപ്പം റെയറാണ്, കാണാറില്ല. എൻ്റെ വീട്ടിൽ സ്വിച്ച് ഉണ്ട് ഇപ്പോഴും. എൻ്റെ വീട് തന്നെ ഓൾമോസ്റ്റ് 25 വർഷം പഴക്കമുള്ള വീടാണ്. ഇതൊക്കെ അതിലും പഴക്കമുണ്ടായിരിക്കും ഈ സാധനമൊക്കെ. ഗൈസ്, ഈ വീട് എടുക്കുന്നത് വന്നിട്ട് ഇങ്ങനൊരു അബൻഡറായിട്ടൊരു ബിൽഡിംഗ് ഇവിടെ കിടപ്പുണ്ട്. സോ ആ സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ. അപ്പോൾ ഈ ബിൽഡിംഗ് ജസ്റ്റ് ഒന്ന് ചുറ്റി ഞങ്ങളെ ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാനായിരുന്നു. കണ്ടോ, അവരുപയോഗിച്ച തിങ്സ് എല്ലാം ഇവിടെ ഉണ്ട് കംപ്ലീറ്റ്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ കേട്ടോ ഇതൊക്കെ മൊത്തത്തിൽ. കസാര അവരുപയോഗിച്ച കസാരയായിരിക്കും ഇത്. അവരിയ്ക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ആവുന്നു. തലയാണയാന്ന് തോന്നുന്നു. അന്നോട്ടൊക്കെ എടുക്കുന്ന എന്തോ ബുക്കാണ്. എന്ത് ബുക്കാണെന്നറിയില്ല.
സോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടു കാണും, ഞാൻ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടീമുമായിട്ട് അകത്തൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇപ്പോൾ. സോ അവർ പുറത്ത് നിൽപ്പുണ്ട്. ജസ്റ്റ് ഓടി വന്നിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുള്ളൂ, 7 മണിക്ക് അടുത്തായിട്ടുള്ള സമയം. എല്ലാവരും ഞാൻ വന്നിട്ട് പോയിട്ട് സൗണ്ട് കേട്ട് പോകണ്ടോ, ഇരുട്ടിയിട്ട് വരാം, പോയിട്ട് ഈ സമയം കുറച്ചും കൂടി ഇരുട്ടിയിട്ട് വരാം ടീമുമായിട്ട്.